8 ദിവസമായി തുടരുന്ന ഇസ്രയേൽ-ഇറാൻ സംഘർഷത്തിൽ പുതിയ വഴിത്തിരിവ്. ഇറാൻ ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലുകൾ പ്രയോഗിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നീക്കം മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയതും അപകടകരവുമായ ഒരു തലത്തിലേക്ക് കടന്നുവെന്നതിന്റെ സൂചനയാണിത്. സാധാരണ ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഈ ആയുധത്തിന്റെ പ്രയോഗം യുദ്ധ നിയമങ്ങളെക്കുറിച്ചും മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. ഇറാൻ പ്രയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന ക്ലസ്റ്റർ ബോംബുകൾ സാധാരണ സ്ഫോടക വസ്തുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഒരു മിസൈലിൽ പോർമുനയെ സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ 50ഉം 100ഉം ബോംബുകളായി ചിതറി വീഴും. ഇത് വൻ നാശനഷ്ടങ്ങൾക്ക് ഇടയാക്കും. ഈ ബോംബുകളുടെ പ്രവർത്തന രീതി അതിഭീകരമാണ്. തുടർന്ന് അതിനുള്ളിലുള്ള നിരവധി ചെറു ബോംബുകൾ 8 കിലോമീറ്റർ വരെ ചുറ്റളവിൽ ചിതറി വീഴുകയും നാശം വിതയ്ക്കുകയും ചെയ്യും. ഇവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തടയാൻ വളരെ പ്രയാസകരമാണ് എന്നതും ഇവയുടെ ഭീഷണി വർദ്ധിപ്പിക്കുന്നതാണ്. ഒരു വലിയ മിസൈലിനെ ട്രാക്ക് ചെയ്യുന്നത് പോലെ ഈ ചെറു ബോംബുകളെ ഓരോന്നിനെയും ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനും നിലവിലെ മിക്ക പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. ഈ സവിശേഷതകൾ ക്ലസ്റ്റർ ബോംബുകളെ ഒരു വജ്രായുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സൈനിക കേന്ദ്രങ്ങളെ മാത്രമല്ല, വലിയ പ്രദേശങ്ങളെയും സാധാരണ ജനവാസ മേഖലകളെയും ലക്ഷ്യമിടാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു വലിയ പ്രദേശം ഒന്നാകെ തകർക്കാനും ഒരേ സമയം നിരവധി ജീവൻ അപഹരിക്കാനും ഇവയ്ക്ക് കഴിയും. സാധാരണ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിലും വലിയ ഭീതിയും നാശനഷ്ടങ്ങളും ഇവ വിതയ്ക്കുന്നു. മനുഷ്യരാശിക്ക് ഭീഷണിയാകുന്ന ആയുധമാണിത്. അന്താരാഷ്ട്ര നിയമങ്ങളും നിരോധനങ്ങളും ക്ലസ്റ്റർ ബോംബുകൾ സൈനികപരമായ ആവശ്യങ്ങൾക്കപ്പുറം സാധാരണ ജനങ്ങൾക്ക് വലിയ അപകടം വരുത്തുന്നവയാണ്. യുദ്ധം അവസാനിച്ചാലും ഇവ വലിയ ഭീഷണിയായി തുടരുന്നു. പ്രയോഗിക്കപ്പെടുന്ന ക്ലസ്റ്റർ ബോംബുകളിൽ ഒരു നിശ്ചിത ശതമാനം ലക്ഷ്യം കാണാതെ നിലത്ത് പതിക്കുകയും പൊട്ടിത്തെറിക്കുകയും കിടക്കുകയും ചെയ്യും. ഇത് മൈനുകൾ പോലെ അപകടകരമാണ്. യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ബോംബുകൾക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ ജീവൻ എടുക്കാൻ കഴിയും. ഇവയുടെ ചിതറിയുള്ള സ്ഫോടന സ്വഭാവം കാരണം സൈനിക ലക്ഷ്യങ്ങളെ മാത്രം കേന്ദ്രീകരിക്കാൻ ഇവയ്ക്ക് കഴിയാറില്ല. അതിനാൽ ജനവാസ കേന്ദ്രങ്ങളിലും കാർഷിക ഭൂമിയിലും ഇവ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ബോംബുകളുടെ ഉപയോഗം വലിയ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴിവെക്കും. പരിക്കേറ്റവർ, അംഗവൈകല്യം സംഭവിച്ചവർ, അഭയാർത്ഥികൾ എന്നിങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും. ഈ ഭീഷണികൾ കാരണം 2008 ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം, ഉൽപാദനം, സംഭരണം, കൈമാറ്റം എന്നിവ നിരോധിക്കുന്ന കൺവെൻഷൻ ഓൺ ക്ലസ്റ്റർ മ്യൂണീഷൻസ് എന്നൊരു അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇസ്രയേലോ ഇറാനോ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ ഉടമ്പടിക്ക് പുറത്താണ്. ഇത് ക്ലസ്റ്റർ ബോംബുകളുടെ വ്യാപകമായ ഉപയോഗത്തിന് സാധ്യത നൽകുന്നു, പ്രത്യേകിച്ച് സംഘർഷഭരിതമായ മേഖലകളിൽ. ഇറാൻ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലുകൾ പ്രയോഗിച്ചു എന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. മാനുഷിക നിയമങ്ങളുടെ ലംഘനമായും യുദ്ധക്കുറ്റമായും ഇത് കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രയേൽ സംഘർഷം 8ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രാദേശികമായ സൈനിക ഏറ്റുമുട്ടലുകളിൽ നിന്ന് നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലേക്കും ഇപ്പോൾ ക്ലസ്റ്റർ ബോംബുകളുടെ പ്രയോഗത്തിലേക്കും ഇത് വളർന്നിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരോക്ഷ യുദ്ധം ഒരു നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയം ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. ഇസ്രയേലും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായുള്ള ശത്രുത നിലവിലുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്താറുണ്ട്. ഇതിന് ഇസ്രയേൽ ശക്തമായി തിരിച്ചടി നൽകുകയും ചെയ്യാറുണ്ട്. സമീപകാലത്ത് സിറിയയിലും ഇറാഖിലുമുള്ള ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്കും ഇറാനുമായി ബന്ധമുള്ള മിലിഷ്യ ഗ്രൂപ്പുകൾക്കെതിരെ ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെല്ലാം പ്രതികാരമായി ഇറാൻ നേരിട്ട് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്താൻ തുടങ്ങിയതാണ് നിലവിലെ സംഘർഷത്തിന്റെ പ്രധാന കാരണം. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വജ്രായുധ പ്രയോഗം ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇസ്രയേലിന് ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ക്ലസ്റ്റർ ബോംബുകൾ പോലുള്ള ആയുധങ്ങളെ തടയുന്നത് വെല്ലുവിളിയാണ്. ഈ സംഘർഷം പശ്ചിമേഷ്യൻ മേഖലയെ മുഴുവൻ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ദുർബലമായ ഈ മേഖലയിൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം വലിയ മാനുഷിക ദുരന്തങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കും. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ ഇടപെടൽ ഈ സംഘർഷം കൂടുതൽ വഷളാകാതെ തടയാൻ ആവശ്യമാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റു ലോകശക്തികളും ഈ പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ട് സമാധാനപരമായി ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ യുദ്ധം ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായി മാറിയേക്കാം.